അങ്ങനെ നമ്മളിതാ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ആനേനെ കണ്ടത്. അപ്പോൾ ഞാൻ വേഗം ഇതാ നമ്മുടെ യാദൂനെ വീഡിയോ കോൾ വിളിച്ച് അവനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആനേനെ. കണ്ടിട്ട് ആന ആന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. വരുമ്പോൾ ആനേനെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവനിങ്ങനെ കാണിച്ചു കൊടുത്ത് നിന്നു. അങ്ങനെ ഇതാ പുറത്തേക്ക് എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങണം വിചാരിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും നടത്തില്ല, കാരണം നല്ല മഴയാണ്. അങ്ങനെ ഇതാ കുറച്ച് നേരം മഴ തോന്നും വരെ കാത്തു നിന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. മഴ ജസ്റ്റ് ഒന്ന് തോർന്നപ്പോൾ കുടയും ചൂടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പോണ വഴിക്ക് തന്നെ നമുക്ക് രാത്രി കഴിക്കാനുള്ളത് വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ചോറുന്ന ആ സെയിം ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. നമ്മൾ ചോറ് വാങ്ങിയില്ല കേട്ടോ, നമ്മൾ മസാല ദോശയാണ് വാങ്ങിയത്. പിന്നെ ഞാൻ അഞ്ചലിക്ക് ഒരു ഐസ്ക്രീമൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മൾ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ എണീറ്റ് പോകണം കേട്ടോ. ഒരു 3 മണിയാകുമ്പോഴേക്ക് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ, കാരണം നല്ല മഴയായിരുന്നു. ഇവിടെ എത്തി ഉടനെ ബാഗൊക്കെ കൊടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വരിയൊക്കെ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ ഉള്ള അവസ്ഥ ഇതാണ്. നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിലും അരങ്ങേറ്റമൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഫുള്ള് തിക്കും തിരക്കുമായിരുന്നു കേട്ടോ. ബാഗൊക്കെ കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. കുറേ ടൈം എന്താ പറയുക വരിക്ക് നിന്നിട്ടാണ് നമുക്ക് ബാഗൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റിയത്. അതിനുശേഷം നമ്മളിതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് ഇതാ കുറച്ച് കല്യാണം കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. പക്ഷെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ തിരക്കിലായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. പിന്നെ വേഗം തിരിച്ചിറങ്ങി. പോണ വഴിക്ക് ഇതാ കുറച്ച് സാധനമൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ യാദൂസിന് കളിക്കാൻ വേണ്ടിയിട്ട് കളിപ്പാട്ടം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ ആന വേണമെന്നായിരുന്നു പറഞ്ഞത്. ആന തന്നെ 3-4 ടൈപ്പ് അവൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ ആനയൊന്നും വാങ്ങിയില്ല. ഈ ഒരു ഐറ്റമാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ നമ്മളിതാ രാവിലെ എന്താ പറയുക ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല. ആകെ ഒരു വൊമിറ്റ് ചെയ്യാൻ വരുന്ന മാതിരിയൊക്കെ എന്തൊരു ബുദ്ധിമുട്ട്. അങ്ങനെ റൂമിലേക്ക് പോയി നമ്മൾ ഡ്രസ്സൊക്കെ മാറി വേഗം തന്നെ തിരിച്ചു പോകാൻ കേട്ടോ. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു കേട്ടോ. മേക്കപ്പ് ഇട്ടതുകൊണ്ടാണ് ക്ഷീണം മുഖത്ത് അറിയാത്തത്. അങ്ങനെ നമ്മളിതാ നേരെ ബസ് കയറി. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, നേരെ വീട്ടിലെത്തി. ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് തീരെ വയ്യായിരുന്നു. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.